മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആവരുത്. സെബദിപുത്രന്മാർ അമ്മയോടൊപ്പം വന്ന് യേശുവിൻ്റെ മുമ്പിൽ, സ്വർഗരാജ്യത്തിൽ ഒരുവൻ യേശുവിൻ്റെ വലതുവശത്തും മറ്റൊരുവൻ ഇടതുവശത്തും സ്ഥാനം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ സമീപിക്കുമ്പോൾ യേശു പറഞ്ഞു വയ്ക്കുന്ന ഒരു തിരുവചനമാണ്. നമ്മുടെ ജീവിതങ്ങളിലെല്ലാം തമ്പുരാൻ്റെ ഹിതത്തിന് ചേർന്ന വിധം മുന്നോട്ട് പോകാനുള്ള ആഹ്വാനമാണ് ഈശോ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വെച്ചു പുലർത്തുക. അപ്പോൾ എങ്ങനെയായിരിക്കണമെന്നും എങ്ങനെ ആയിരിക്കരുത് എന്നും ഈശോ കാണിച്ചു തരുന്നുണ്ട്. ഓരോ ഉപമകളിലൂടെയും ഓരോ വചനത്തിലൂടെയും ഈശോ വ്യാഖ്യാനിച്ചു തരുന്നത് അതുതന്നെയാണ്. സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുന്ന ഓരോ വ്യക്തിയും എങ്ങനെയായിരിക്കണം എന്നാണ് പറയപ്പെടുക. നിങ്ങളിൽ ഒന്നാമൻ ആകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനായി തീരുക. ജീവിതത്തിൽ പലപ്പോഴും ഒന്നാമതെത്തിത്തീരുവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം വെച്ചു പുലർത്തുന്നവരാണ് ഓരോ വ്യക്തികൾ. അത് സാമ്പത്തിക മേഖലകളാണെങ്കിലും മറ്റ് സാമൂഹിക മേഖലകളിലാണെങ്കിലും വ്യക്തി ജീവിതങ്ങളിലൊക്കെയും ഒന്നാമതായി തീരുക എന്നുള്ളതാണ്. എന്നാൽ ഈശോയുടെ പ്രവൃത്തിയും അവിടുത്തെ വചനവും നമ്മളെ പഠിപ്പിച്ചു വയ്ക്കുക, പറഞ്ഞു വയ്ക്കുക, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ ദാസനായി തീരുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും അവർക്ക് വേണ്ടുന്ന നന്മകളും ദൈവകൃപകളും നൽകുവാനുമുള്ള വലിയ ഉത്തരവാദിത്വത്തോടും അത് നിറവേറ്റുമ്പോഴാണ് നമ്മൾ സ്വർഗരാജ്യത്തിൽ ഒന്നാമതായി തീരുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവനെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെ വലിയ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലേക്ക് പകർന്നു തന്നതും നല്ല നാഥനാണ്. ആപ്പനോടൊപ്പം ചിന്തിക്കുക.